പാർട്ട് 2 ഓഫ് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൻ്റെ ക്ലാസിക് 350യുടെ സ്പെയർ ക്ലച്ച് കേബിളാണ്. ഇതിങ്ങനെ ഇവിടെ ചെയ്തേക്കണ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേബിളിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ കേബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ ക്ലച്ച് കേബിളും ഇത് പുതിയ ക്ലച്ച് കേബിളാണ്. നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ക്ലച്ച് കേബിൾ, അതായത് പഴയ ക്ലച്ച് കേബിൾ മാറ്റിയിട്ട് പുതിയ ക്ലച്ച് കേബിൾ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കുറച്ച് പെർഫോമൻസ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഒത്തിരി പേര് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഇടരുതെന്ന്. ഇതിങ്ങനെ ഇട്ടേക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടി ക്ലച്ചുകൾ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സേഫറായിട്ടുള്ള ഒരു സോണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇതിൻ്റെ ഒരു പർപ്പസ്. അതല്ലാണ്ട് നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റേഴ്സിൽ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ സ്പെയറിൻ്റെ ഷോപ്സ് കാര്യങ്ങളെല്ലാം അക്രോസ് ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് വലിയ പേടിയൊന്നും വേണ്ട. പിന്നെ ഒരു സ്പെയർ കേബിൾ കൂടി നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ സോർട്ടഡ് ഔട്ടായി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പാർട്ട് 2 സീരീസിൽ എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഓയിൽ കൊടുക്കാണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, ഇത് പഴയതാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ മാത്രമായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും അഭിപ്രായം കാര്യങ്ങളെല്ലാം നമ്മുടെ കമൻസിൽ ഷെയർ ചെയ്യുക. അപ്പോൾ സീ യു ഓൺ ദ റോഡ് ഫോക്സ്.